ഹലോ ഗായ്സ്, അപ്പോൾ ഒരു നോമ്പുള്ള ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഇവർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവർ പിടിച്ചങ്ങോട്ട് വെറുപ്പിച്ചു കേട്ടോ. പിന്നെ എനിക്കൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നോമ്പായാലും ക്ലാസ്സിൽ പോയില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളത് അങ്കൻവാടി കൊണ്ടുവന്നിടാൻ സമയമായിരുന്നു. പിന്നെ ഞാൻ ഇത്താത്തയും കൂടി നേരെ അങ്ങോട്ട് കൊണ്ടുവന്നിടാൻ നേരത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു. പിന്നെ ദേ അവളങ്ങോട്ട് കയറി പോണ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കയറി കഴിഞ്ഞാൽ നമ്മൾ മതിയായ കരച്ചിലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് നല്ല മഴയുള്ള കാരണം നമ്മൾ വണ്ടി അങ്ങോട്ട് മൂടിയിട്ടു. അത് കഴിഞ്ഞ് നേരെ എനിക്ക് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണമായിരുന്നു, കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആവാറായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫോൺ ചാർജർ കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ ഇത്താത്ത ഡ്രൈവിങ്ങിന് പോകുമ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിലാക്കാം, അതിന് തിരിച്ച് വരുന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞാണ് പ്രശ്നമായത്. ഉച്ചയിൽ നമുക്കൊന്ന് കട വരെയും പോകണമായിരുന്നു. അപ്പോൾ കടയിൽ പോണതിന് മുന്നേ വണ്ടി നന്നായിട്ടൊന്ന് കഴുകി സുന്ദരനാക്കിയ വണ്ടി എന്ത് ചെയ്ത് സ്റ്റാർട്ടാക്കുള്ള ഗൈസ്. പിന്നെ ഒരാളെ വിളിച്ച് വരുത്തി അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ടാക്കി നേരെ കടയിലോട്ട് പോയി. കടയിൽ പോണ വഴിക്ക് നല്ലൊരു മഴ പെയ്തപ്പോൾ ഇവനുള്ള കാരണം എനിക്ക് പെട്ടെന്ന് വണ്ടി എവിടെയെങ്കിലും നിർത്തേണ്ട അവസ്ഥ വന്നു. വണ്ടി നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്ത് സ്റ്റാർട്ടാവുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കാൻ നോക്കി, പക്ഷെ വണ്ടി സ്റ്റാർട്ടായില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തള്ളി കൊണ്ടുവന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നു. അതിന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇത്താത്തത് നല്ല കട്ട്ലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള സമയമായിരുന്നു. പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ